എൻ്റെ സെമിനാർ ടോപ്പിക് ജാവ സ്ട്രിങ്സ് ആണ്. ഇന്ന് ഞാൻ ജാവ സ്ട്രിങ്സിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അടുത്ത ഇനി നമുക്കാണെങ്കിൽ കണ്ടന്റ് നോക്കാം. കണ്ടന്റിനകത്ത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട്. ജാവ സ്ട്രിങ്ങിന്റെ വാട്ട് ഈസ് സ്ട്രിങ് വരുന്നുണ്ട്. രണ്ടാമത്, മൂന്നാമത് ഹൗ ടു ക്രിയേറ്റ് എ സ്ട്രിങ് ഒബ്ജക്റ്റ് വരുന്നുണ്ട്. നാലാമത് സം ഇമ്പോർട്ടൻറ്റ് ഓപ്പറേഷൻസ് ഓഫ് എ സ്ട്രിങ് വരുന്നുണ്ട്. അഞ്ചാമത് സം ഇമ്പോർട്ടൻറ്റ് സ്ട്രിങ് ക്ലാസ് മെത്തേഡ് വരുന്നുണ്ട്. ആറാമത് സ്ട്രിങ് ബഫർ ക്ലാസ് ആൻഡ് സ്ട്രിങ് ബിൽഡർ ക്ലാസ് വരുന്നുണ്ട്. ഇത്രയാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. എന്താണ് ജാവ സ്ട്രിങ് എന്ന് വെച്ചാൽ സീരീസ് ഓഫ് ക്യാരക്ടേഴ്സിന്റെ ഒരു ഗ്രൂപ്പിനെയാണ് ജാവ സ്ട്രിങ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സ്ട്രിങ്ങിൽ കൊടുക്കുന്ന ക്യാരക്ടർ എപ്പോഴും നമുക്ക് ഡബിൾ കോട്ട്സിൽ കൊടുക്കാനൊക്കത്തുള്ളൂ. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, സ്ട്രിങ് str ഈസ് ഈക്വൽ ടു ഹെലോ, ഡബിൾ കോട്ട്സ് ഹെലോ. അതേപോലെ തന്നെ കൊടുക്കുന്ന ക്യാരക്ടറിന്റെ മെമ്മറിയും അലോക്കേറ്റ് ചെയ്യും. എങ്ങനെ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മൾ കൊടുക്കുന്ന ലെറ്റേഴ്സിന് ഓരോ ലെറ്ററിനും ഇൻഡെക്സ് നമ്പർ കൊടുക്കും. ഇൻഡെക്സ് നമ്പർ എപ്പോഴും 0 നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ സ്ട്രിങ്ങിൽ കൊടുത്ത ഹെലോ, അപ്പൊ 0 സ്റ്റാർട്ട് ചെയ്തു 0 1 2 3 4 അങ്ങനെയാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ 5 ലെറ്റേഴ്സ് ഉണ്ട്. ഇതാണ് ജാവ സ്ട്രിങ്. What is string? String, which are widely used in Java programming, are a sequence of characters. In Java programming language, string are treated as object. എന്ന് പറഞ്ഞാൽ ജാവ പ്രോഗ്രാമിൽ യൂസ് ചെയ്തു വരുന്ന സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ജാവ പ്രോഗ്രാമിൽ സ്ട്രിങ്ങിനെ ഒബ്ജക്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. The Java platform provides the string class to create and manipulate string. എന്ന് പറഞ്ഞാൽ സ്ട്രിങ്ങിനെ ക്രിയേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാനും ജാവ സ്ട്രിംഗ് ക്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ജാവ സ്ട്രിംഗ്. Important notes about string. String object or primitive. String could be considered to primitive type in Java, but in fact they are not, as a string is actually made up of an array of character primitives. എന്ന് പറഞ്ഞാൽ സ്ട്രിങ്ങിനെ നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്ന ഒരു പ്രിമിറ്റീവ് ടൈപ്പ് ആയിട്ടാണ് ജാവ പറയുന്നത്. ശരിക്കും പക്ഷെ അങ്ങനല്ല. സ്ട്രിങ് ഒരു അറേ ഓഫ് ക്യാരക്ടർ പ്രിമിറ്റീവ്സ് ആയിട്ടാണ് പറയുന്നത്. ഇനി രണ്ടാമത് പോയിന്റ് നോക്കാം. സ്ട്രിങ് ഒബ്ജക്റ്റ് ആർ ഇമ്മ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ they means once a string object is created, it cannot be altered. For mutable string you can use string buffer and string builder. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ട്രിങ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അത് ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഒരു മ്യൂട്ടബിൾ സ്ട്രിങ് ആണെങ്കിൽ നമുക്കാണെങ്കിൽ സ്ട്രിങ് ബഫറോ അല്ലെങ്കിൽ സ്ട്രിങ് ബിൽഡറോ ഉപയോഗിച്ച് ചേഞ്ച് ചെയ്യാം. അല്ലാതെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ അതിപ്പോ സ്ട്രിങ് ആയാലും ഇൻറ്റീജർ ആയാലും ബൈറ്റ് ആയാലും ഷോർട്ട് ആയാലും നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഹൗ ടു ക്രിയേറ്റ് എ സ്ട്രിങ് ഒബ്ജക്റ്റ്. നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് സ്ട്രിങ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഒന്നാണെങ്കിൽ ബൈ സ്ട്രിങ് ലിറ്ററൽ ഉപയോഗിച്ചും, രണ്ടാണെങ്കിൽ ബൈ ന്യൂ കീവേഡ് ഉപയോഗിച്ചും. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സ്ട്രിങ് s ഈസ് ഈക്വൽ ടു വെൽക്കം. ഇങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. രണ്ടാമത് നമുക്ക് ന്യൂ കീവേഡ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ കണ്ടോ, സ്ട്രിങ് s ഈസ് ഈക്വൽ ടു ന്യൂ സ്ട്രിങ് വെൽക്കം. ഇങ്ങനെയാണ് നമ്മൾ സ്ട്രിങ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ജാവ സ്ട്രിങ് എക്സാമ്പിൾ പ്രോഗ്രാം നമുക്ക് നോക്കാം. പബ്ലിക് ക്ലാസ് സ്ട്രിങ് എക്സാമ്പിൾ സെമിക്കോളൻ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിനകത്ത് സ്ട്രിങ് ആർഗ്യുമെന്റ് കൊടുത്തു, എന്നിട്ട് ഡിക്ലറേഷൻ ചെയ്തു, സെമിക്കോളൻ സ്ട്രിങ് s1 ജാവ കൊടുത്തു, ക്രിയേറ്റിംഗ് സ്ട്രിങ് ബൈ ജാവ സ്ട്രിങ് ലിറ്ററലില് പിന്നെ ക്യാർ ch കൊടുത്തു, സ്ട്രിങ് എന്നിട്ട് സെമിക്കോളനകത്ത് സ്ട്രിങ് കൊടുത്തു, അതൊരു അറയാണ്, അറേ ഡിക്ലെയർ ചെയ്തു, സ്ട്രിങ് s2 ന്യൂ സ്ട്രിങ് ch കൊടുത്തു, അതെന്ന് പറഞ്ഞാൽ കൺവേർട്ടിംഗ് ക്യാർ അറേ ടു സ്ട്രിങ്. ഇനി സ്ട്രിങ് s3ക്കകത്ത് ന്യൂ സ്ട്രിങ് എക്സാമ്പിളും കൊടുത്തു. ഇനി ഇതിനെ ഈ s1 s2 s3യെ അതിനെ മൂന്നിനെ പ്രിന്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ അത് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ജാവ സ്ട്രിങ്സ് എക്സാമ്പിൾ. ഇത് മൂന്നുമായിരിക്കും നമുക്ക് കിട്ടുന്ന ജാവ സ്ട്രിങ് എക്സാമ്പിളിന്റെ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട്. Some important operations on a string. 4 string operations ഉണ്ട്. 1 string concatenation, 2 string comparison, 3 substring in Java, 4 length of a string.
ഇത് ഞാൻ ഇനി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. നമ്മളാണെങ്കിൽ 4 ഇമ്പോർട്ടൻറ്റ് ഓപ്പറേഷൻസ് ഓൺ എ സ്ട്രിങ് പഠിച്ചു. ഇനി അത് ഓരോന്നും നമുക്ക് വിശദമായിട്ട് നോക്കാം. ഫസ്റ്റ്, സ്ട്രിങ് കോൺകാറ്റനേഷൻ. There are two methods to concatenation two or more string. കോൺകാറ്റനേഷൻ 2 ടൈപ്പ് ഉണ്ട്. യൂസിങ് കോൺകാറ്റനേഷൻ മെത്തേഡും രണ്ടാമത്തെ ആണെങ്കിൽ യൂസിങ് പ്ലസ് ഓർ മൈനസ് ഓപ്പറേറ്ററും. ഇനി നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ പ്രോഗ്രാം നോക്കാം. ഇത് സ്ട്രിങ് കോൺകാറ്റനേഷന്റെ എക്സാമ്പിൾ പ്രോഗ്രാം ആണ്. ഇതിന്റെ ജനറൽ ഔട്ട്പുട്ട് 4 വട്ടം ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യും. അതാണ് ഇതിന്റെ ഔട്ട്പുട്ട്. നമുക്ക് രണ്ടാമത്തെ സ്ട്രിങ് കമ്പാരിസൺ നോക്കാം. സ്ട്രിങ് കമ്പാരിസൺ ക്യാൻ ബി ഡൺ ഇൻ 3 ways. യൂസിങ് ഈക്വൽ ഫംഗ്ഷൻ മെത്തേഡും യൂസിങ് ഡബിൾ ഈക്വൽ ഓപ്പറേറ്ററും മൂന്നാമത്തെ പോയിന്റ് ബൈ കമ്പയർ ടു ഫംഗ്ഷൻ മെത്തേഡും. ഇനി അടുത്തത് സ്ട്രിങ് കമ്പാരിസന്റെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാം ആണ്. ജസ്റ്റ് നോക്കുക. ഇതിന്റെ ജനറൽ ഔട്ട്പുട്ട് വരുന്നത് ട്രൂ ഫോൾസ് -1 0 1 പ്രോസസ് കംപ്ലീറ്റ് എന്ന് വരും. ഇതാണ് ഇതിന്റെ ജനറൽ ഔട്ട്പുട്ട്. സബ്സ്ട്രിങ് ഇൻ ജാവയാണ് അടുത്ത പറയാൻ പോകുന്നത്. എ പാർട്ട് ഓഫ് എ സ്ട്രിങ്ങിനെ സബ്സ്ട്രിങ് എന്ന് പറയുന്നു. അല്ലെങ്കിൽ വേറൊരു വേർഡിന്റെ സബ്സ്ട്രിങ്ങിന്റെ സബ്സെറ്റിനെയും സ്ട്രിങ് എന്ന് പറയുന്നു. രണ്ട് മെത്തേഡ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ മെത്തേഡ് പബ്ലിക് സ്ട്രിങ് സബ്സ്ട്രിങ് ബ്രാക്കറ്റിൽ ഇന്റ് സ്റ്റാർട്ട് ഇൻഡെക്സ് സെമിക്കോളൻ. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പബ്ലിക് സ്ട്രിങ് സബ്സ്ട്രിങ് ബ്രാക്കറ്റിൽ ഇന്റ് സ്റ്റാർട്ട് ഇൻഡെക്സ് രണ്ടാമത്തെ ഇന്റ് എൻഡ് ഇൻഡെക്സ്. ജാവ സബ്സ്ട്രിങ്ങിന്റെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാം ആണ് അടുത്ത് കൊടുത്തിരിക്കുന്നത്. ലെങ്ത് ഓഫ് എ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഫംഗ്ഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ലെങ്ത് ഓഫ് എ സ്ട്രിങ് കാണാൻ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് ക്യാരക്ടർ കാണാൻ ഉപയോഗിക്കുന്നു. ഇത് സം മോർ സ്ട്രിങ് ക്ലാസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിങ് പ്രവർത്തിക്കാൻ ധാരാളം ക്ലാസ്സുകൾ നൽകിയിരിക്കുന്നു. അതിന്റെ സഹായത്തോടെ നമുക്ക് സ്ട്രിങ്ങിൽ പ്രവർത്തനം നടത്താൻ കഴിയും. 8 മെത്തേഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ ഫംഗ്ഷൻ, രണ്ടാമത്തെ കണ്ടെയ്ൻ ഫംഗ്ഷൻ, മൂന്നാമത്തെ ഗെറ്റ് ചാർ ഫംഗ്ഷൻ, നാലാമത്തെ ഇൻഡെക്സ് ഓഫ് ഫംഗ്ഷൻ, അഞ്ചാമത്തെ റീപ്ലേസ് ഓഫ് ഫംഗ്ഷൻ, ആറാമത്തെ ടു ക്യാർ അറേ ഫംഗ്ഷൻ, ഏഴാമത്തെ ടു ലോവർ കേസ് ഫംഗ്ഷൻ, എട്ടാമത്തെ ടു അപ്പർ കേസ് ഫംഗ്ഷൻ. ഇതിന് ഡീറ്റെയിൽ ആയിട്ട് ഇത് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് പറയാം. ക്യാരറ്റ് ഫംഗ്ഷനും ആൻഡ് കണ്ടെയ്ൻസ് ഫംഗ്ഷനും. ക്യാരറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഇൻഡെക്സ് നമ്പർ ചെയ്യുന്ന ക്യാരക്ടർ വാല്യൂവിനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയാണ് ക്യാരറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇൻഡെക്സ് നമ്പർ എപ്പോഴും 0 നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി കണ്ടെയ്ൻസ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് തന്നിരിക്കുന്ന സ്ട്രിങ്ങിന്റെ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് കണ്ടുപിടിക്കാനാണ് കണ്ടെയ്ൻസ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. തന്നിരിക്കുന്ന സീക്വൻസ് വാല്യൂ ശരിയാണെങ്കിൽ ട്രൂ എന്നും അല്ലെങ്കിൽ വാല്യൂ ഇൻകറക്റ്റ് ആണെങ്കിൽ ഫോൾസ് എന്നും കാണിക്കും. ഫംഗ്ഷനകത്ത് സ്ട്രിങ് കോപ്പി ചെയ്യുന്ന ഒരു സ്പെസിഫിക് ക്യാരക്ടറിലേക്കായിരിക്കും ഇത് 4 ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നുണ്ട് ഗെറ്റ് ക്യാർ ഫംഗ്ഷനിലോട്ട്. അതെപ്പോഴും സ്ട്രിങ് ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട്സ് എക്സിക്യൂഷൻ ഇഫ് ബിഗ് ഇൻഡെക്സ് ഈസ് ഗ്രേറ്റർ ദാൻ എൻഡ് ഇൻഡെക്സ്. ഇതിന്റെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാം താഴെ കൊടുത്തിട്ടുണ്ട്. ഇൻഡെക്സ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സബ്സ്ട്രിങ്ങിൽ തന്നിരിക്കുന്ന ക്യാരക്ടർ വാല്യൂ കണ്ടെത്തിയില്ലെങ്കിൽ അത് റിട്ടേൺ ചെയ്യുന്ന -1 ആയിട്ടാണ്. ദ ഇൻഡെക്സ് ഓഫ് കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും 0 നിന്നായിരിക്കും. ഇതാണ് ഇൻഡെക്സ് ഓഫ് ഫംഗ്ഷൻ. റീപ്ലേസ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് പഴയ ക്യാരക്ടർ ഓർ അല്ലെങ്കിൽ ക്യാരക്ടർ സീക്വൻസ് മാറ്റിയിട്ട് പുതിയ ക്യാരക്ടർ ഓർ ക്യാരക്ടർ സീക്വൻസ് കയറ്റാൻ വേണ്ടിയിട്ടാണ് റീപ്ലേസ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ടു ക്യാരക്ടർ അറേ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് കൺവേർട്ട് ദിസ് സ്ട്രിങ് ഇൻടു ക്യാരക്ടർ അറേ. ഒരു പുതിയ അറേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ടു ക്യാരക്ടർ അറേ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ടു ലോവർ കേസ് ഫംഗ്ഷൻ ആൻഡ് ടു അപ്പർ കേസ് ഫംഗ്ഷൻ. ടു ലോവർ കേസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്ട്രിങ്ങിനെ ലോവർ കേസിലോട്ട് എഴുതുക അല്ലെങ്കിൽ ക്യാരക്ടർ ഓഫ് സ്ട്രിങ്ങിനെ കൺവേർട്ട് ചെയ്തിട്ട് ലോവർ കേസിലോട്ട് എഴുതുക. ടു അപ്പർ കേസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അപ്പർ കേസിലോട്ട് എഴുതുക അല്ലെങ്കിൽ ക്യാരക്ടർ ഓഫ് സ്ട്രിങ്ങിനെ കൺവേർട്ട് ചെയ്തിട്ട് അപ്പർ കേസിലോട്ട് എഴുതുക. ഇതിനെയാണ് ടു ലോവർ കേസ് ആൻഡ് ടു അപ്പർ കേസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്.
അടുത്ത നമുക്ക് ജാവ സ്ട്രിംഗ് ബഫർ ക്ലാസ് നോക്കാം. ജാവ സ്ട്രിംഗ് ബഫർ ക്ലാസ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ്ങിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയാണ് ജാവ സ്ട്രിംഗ് ബഫർ ക്ലാസ് യൂസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻറ്റ് കൺസ്ട്രക്ടേഴ്സ് ഓഫ് ജാവ സ്ട്രിംഗ് ബഫർ ക്ലാസ് നോക്കാം. അതിൽ ഫസ്റ്റ് സ്ട്രിംഗ് ബഫർ ഫംഗ്ഷൻ. സ്ട്രിംഗ് ബഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എംപ്റ്റി സ്ട്രിംഗ് ബഫർ ഫംഗ്ഷൻ ക്രിയേറ്റ് ആകുമ്പോൾ അതിൻ്റെ ഇനിഷ്യൽ കപ്പാസിറ്റി എപ്പോഴും 16 ആയിരിക്കും. രണ്ടാമത്തെ നോക്കാം സ്ട്രിംഗ് ബഫർ സ്ട്രിംഗ് str എന്ന് പറയുന്നത് സ്പെസിഫിക് സ്ട്രിങ്ങിന് വേണ്ടി ആയിരിക്കും സ്ട്രിംഗ് ബഫർ ക്രിയേറ്റ് ആകുന്നത്. മൂന്നാമത്തെ നമുക്ക് നോക്കാം സ്ട്രിംഗ് ബഫർ ഇൻറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എംപ്റ്റി സ്ട്രിംഗ് ബഫർ എപ്പോഴും ക്രിയേറ്റ് ആകുന്നു. ഇവിടെ നോക്കുമ്പോൾ കപ്പാസിറ്റി ആസ് എ സ്പെസിഫൈഡ് കപ്പാസിറ്റി ആസ് എ ലെങ്ത് എപ്പോഴും സ്ട്രിംഗ് ബഫർ ആയിരിക്കും. അതേപോലെ തന്നെ അപ്പൻഡൻറ്റ് സ്ട്രിംഗ് എസ്, ഇവിടെ ഇതെന്ന് പറയുന്നത് ഇത് സ്പെസിഫിക് സ്ട്രിംഗ് ആയിരിക്കും. ദ അപ്പൻഡൻറ്റ് ഇൻറ്റ് മെത്തേഡ് ആയിരിക്കും ഇവിടെ ഓവർലോഡ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ് നോക്കാം അപ്പൻഡൻറ്റ് ക്യാരക്ടർ, അതുപോലെ തന്നെ അപ്പൻഡൻറ്റ് ബൂളിയൻ, അപ്പൻഡൻറ്റ് ഇൻറ്റ്, അപ്പൻഡൻറ്റ് ഫ്ലോട്ട് എല്ലാം യൂസ് ചെയ്യുന്നു. സ്ട്രിംഗ് ബഫറിനകത്ത് തന്നെ ഇൻസേർട്ട് ഉണ്ട്, അതുപോലെ ഡിലീറ്റ് ഇൻറ്റ് സ്റ്റാർ ഇൻഡെക്സ് ഉണ്ട്, അതുപോലെ ഡിലീറ്റ് ഇൻറ്റ് സ്റ്റാർട്ട് ഇൻഡെക്സ് ഉണ്ട്, അടുത്ത റിവേഴ്സ് ഉണ്ട്, കപ്പാസിറ്റി ഉണ്ട്. ഇത്രയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജാവ സ്ട്രിംഗ് ബഫർ ക്ലാസ് പോലെ തന്നെയാണ് ജാവ സ്ട്രിംഗ് ബിൽഡർ ക്ലാസ്. ഇതും സ്ട്രിങ്ങിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ആണെങ്കിൽ സ്ട്രിംഗ് ബഫർ എപ്പോഴും നോൺ സിങ്കറൈസ് ആയിരിക്കും. അടുത്തത് എക്സാമ്പിൾ ഓഫ് യൂസിങ് സ്ട്രിംഗ് ബഫർ ആൻഡ് സ്ട്രിംഗ് ബിൽഡിംഗ് ക്ലാസ്സിനാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത്രയും നേരം പഠിച്ചത് ജാവ സ്ട്രിംഗ് ബഫർ ക്ലാസ് നോക്കി, അതിൻ്റെ എക്സാമ്പിൾ നോക്കി, ഇമ്പോർട്ടൻറ്റ് ഓപ്പറേഷൻസ് ഓഫ് സ്ട്രിങ്സ് ആൻഡ് എക്സാമ്പിൾ നോക്കി, സ്ട്രിംഗ് ക്ലാസ് മെത്തേഡ്സ് നോക്കി, ജാവ സ്ട്രിംഗ് ബഫർ ക്ലാസ് നോക്കി, ജാവ സ്ട്രിംഗ് ബിൽഡർ ക്ലാസ് നോക്കി, ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു എക്സാമ്പിൾ പ്രോഗ്രാമും നോക്കി. ഇത്രയാണ് നമ്മൾ ഇവിടെ നിന്ന് പഠിച്ചത്. താങ്ക് യു.